നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉമ്മ പറഞ്ഞു തന്നതാണ് ഷോക്കേറ്റവരെ വടികൊണ്ടടിച്ചാൽ രക്ഷപ്പെടുമെന്ന്. മുഹമ്മദ് സിദാൻ എന്ന 5ാം ക്ലാസ്സുകാരൻ ഇത് പറയുമ്പോൾ മുഖത്ത് പതിവ് പോലെയുള്ള നിഷ്കളങ്കത. സ്കൂളും നാടും ഒന്നാകെ അഭിനന്ദനം ചൊരിയുമ്പോഴും താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പമോ പ്രാധാന്യമോ തിരിച്ചറിയാത്തതുപോലെ. പക്ഷെ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് മാത്രം സിദാൻ അറിയാം. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കോട്ടോപ്പാടം LP സ്കൂളിന് സമീപമാണ് കൂട്ടുകാരുടെ സമയോചിത ഇടപെടൽ 5ാം ക്ലാസ്സുകാരൻ അക്കരെ വീട്ടിൽ റാജിഹ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന ഷഹജാസ് എന്ന വിദ്യാർത്ഥിയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സിദാനും റാജിഹും. 7ാം തരം വിദ്യാർത്ഥിയാണ് ഷഹജാസ്. അയൽവാസികൾ കൂടിയാണ് ഇവർ. സ്കൂൾ ബസ്സിലാണ് പോകാറുള്ളത്. പതിവ് പോലെ ബസ് കയറാൻ വീടിന് സമീപത്തെ LP സ്കൂളിനടുത്തെത്തി. ഇവിടെ ചെറിയ റോഡിനും മതിലിനും ഇടയിലായി വൈദ്യുത തൂണുമുണ്ട്. മുഹമ്മദ് റാജിഹിന് ചെറിയൊരു കുസൃതി തോന്നി. വൈദ്യുത തൂണിലെ ഫ്യൂസിലൊന്ന് തൊട്ടാൽ ചിലപ്പോൾ ഷോക്കടിക്കുമെന്ന് കൂട്ടത്തിൽ മുതിർന്ന ഷഹജാസ് പറഞ്ഞപ്പോഴേക്കും റാജിഹ് മതിലിൽ കയറിയിരുന്നു. ഫ്യൂസിൽ തൊട്ടതോടെ റാജിഹിന് ഷോക്കടിച്ചു. കൂട്ടുകാർ നോക്കുമ്പോൾ റാജിഹ് ഫ്യൂസിൽ തന്നെ പിടിച്ചിരിക്കുന്ന നിലയിലാണ്. അപ്പോഴും അപകടമറിയാതെ കൂട്ടുകാരനോട് നിലത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് ഷഹജാസ് റാഹിജിന്റെ കാലിലെ ഷൂവിൽ പിടിച്ചു വലിച്ചു. ഇതോടെ ഷഹജാസിനും ചെറിയ തോതിൽ ഷോക്കേറ്റു. കൈ പെട്ടെന്ന് തെറിച്ചു മാറിയതിനാൽ അപകടം ഒഴിവായി. അപ്പോഴാണ് റാജിഹിന് ഷോക്കേറ്റിരിക്കുകയാണെന്ന് ഇരുവർക്കും മനസ്സിലായത്. പെട്ടെന്ന് തന്നെ സിദാൻ സമീപത്ത് കിടന്നിരുന്ന വടിയെടുത്ത് റാജിഹിനെ 2 തവണ അടിച്ചു നോക്കിയെങ്കിലും ഫ്യൂസിൽ നിന്ന് കൈ വിടുവിക്കാനായില്ല. 3ാമത്തെ അടിയിൽ കൈവിട്ടു. റാജിഹ് താഴേക്ക് പതിച്ചു. ഈ വഴി വന്ന ബൈക്ക് യാത്രികനോട് ഇരുവരും വിവരം പറയുകയും ഇദ്ദേഹം റാജിഹിനെ തറയിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് റാജിഹിന് സംസാരിക്കാനായത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. രക്ഷിതാക്കളായ സലീമും ഹസനത്തും കൂടെയുണ്ടായിരുന്നു. റാജിഹിന്റെ ഉള്ളം കൈയിലും കൈയിന്റെ പുറത്തും പൊള്ളലേറ്റിരുന്നു. വീഴ്ചയിൽ ഒരു കൈക്ക് പൊട്ടലുമേറ്റു. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ റാജിഹ് വിശ്രമത്തിലാണ്. വ്യാഴാഴ്ചത്തെ ഹിന്ദി പരീക്ഷ എഴുതാനുമായില്ല. സിദാനും ഷഹജാസിനും PTA യുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ അനുമോദനമൊരുക്കി. സമ്മാനവും നൽകി.